ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച രാവിലെ ധ്യാനത്തിന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 24-ാം വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. നമുക്ക് അറിയാവുന്നതുപോലെ ഇത് മുടിയനായ പുത്രൻ്റെ ഉപമയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം. അതിൽ 24-ാമത്തെ വാക്യം മാത്രമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ഏതർത്ഥത്തിലാണ് ഈ മകൻ മരിച്ചു എന്ന് പിതാവ് പറയാനിടയാകുന്നത്? ഏതവസ്ഥയെയാണ് മരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത്? ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയം തന്നെയാണ്. അതിനോടനുബന്ധിച്ച് പഴയ നിയമത്തിൽ നിന്ന് ഹെസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റിച്ച് നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മരിച്ച അവസ്ഥ എന്താണ്? ആ അവസ്ഥയിൽ നിന്നും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് നമ്മെ വഴി നടത്തുക എന്ന പ്രക്രിയയിൽ, എന്ന അനുഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? അതിൻ്റെ അനുഭവം എന്താണ്? അതിൻ്റെ വാസ്തവികത എന്താണ്? ഇത് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള സുപ്രധാനമായ ആത്മീക വിഷയങ്ങളെപ്പറ്റി അല്പം പോലും വ്യക്തത ക്രിസ്തീയ സമൂഹത്തിലില്ല എന്നത് കുറഞ്ഞപക്ഷം ഈ ഒരു വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരും എന്നത് എനിക്ക് വളരെ നിശ്ചയമുള്ള കാര്യമാണ്. എന്തുകൊണ്ടോ ആത്മീയത അവ്യക്തതയുടെ മേഖലയായിട്ടാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു യുക്തിയുണ്ട്. എന്തുകൊണ്ടാണ് വ്യക്തമായ അറിവുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെപ്പറ്റി പ്രാപിപ്പാൻ നമുക്ക് താല്പര്യമില്ലാത്തത്, നാം അതിനുവേണ്ടി ശ്രമിക്കാത്തത്? എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കരുതാത്ത, തികച്ചും നൈമിഷിക പ്രസക്തി മാത്രമുള്ള കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ അറിവ് പ്രാപിപ്പാൻ നാം ശ്രമിക്കുന്നുണ്ട്, തത്രപ്പെടുന്നുണ്ട്. എന്നാൽ നിത്യതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ക്രിസ്ത്യാനി നിത്യമായ സത്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിയുവാൻ എന്തുകൊണ്ടോ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടോ വിശ്വാസം തളർന്നു പോവുകയാണ്. 5 നിമിഷം 10 നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതേസമയം കഴമ്പില്ലാത്ത കാര്യങ്ങളെപ്പറ്റി 5 മണിക്കൂർ പറഞ്ഞാലും അത് കേട്ടിരിക്കാൻ പ്രയാസമില്ല. ഈ ഒരു വിരോധാഭാസത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണമെന്ന് വിനയത്തോടെ ഏവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് നമുക്ക് വളരെയധികം നഷ്ടം വരുത്തിക്കഴിഞ്ഞു. ഇത് നമ്മെ അപകടത്തിലേക്കാണ്, നിത്യമായ അപകടത്തിലേക്കാണ് വഴി നടത്തുന്നത് എന്നത് ഏവരെയും ഈ സമയത്ത്
വിനീതമായി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമുക്കാദ്യമായി ഈ മുടിയനായ പുത്രൻ്റെ ഉപമ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മുടിയനായ പുത്രൻ എന്നല്ല പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയെന്നാണ്. പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. ഈ മുടിയൻ എന്ന വാക്ക് അല്ലെങ്കിൽ പ്രോഡിഗൽ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ തിരിച്ചു കിട്ടി എന്നാണ്. എന്തുകൊണ്ടാണ് പിതാവ് അവൻ്റെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുമ്പോൾ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറയാൻ കാര്യം? അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നും പറയുന്നു. രണ്ട് കാര്യം പറയുന്നു. അവൻ മരിച്ചവനായിരുന്നു, അവനിതാ ജീവിച്ചിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് വെറും പ്രതീകാത്മകമായ പ്രസ്താവനകളാണ്, ഇതിനപ്പുറത്തൊന്നും ആശയമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥം, മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ, അറിവുകൾ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നു. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബോധ്യമാകുന്നതാണ്. പിതാവിൻ്റെ ദൃഷ്ടിയിൽ ഈ മകൻ മരിച്ചുപോയവനായിരുന്നു. ഇത് നമുക്ക് വെറും വൈകാരികമായ ഒരു പ്രസ്താവനയായി കാണാം. അതായത് മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ സ്നേഹനിധിയായ പിതാവ് ഒരു മകൻ മരിച്ചാൽ എപ്രകാരം ദുഃഖിക്കും അതുപോലെ ദുഃഖിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിച്ച് അത് ഉപേക്ഷിക്കാം. എന്നാൽ ഇതിന് മറ്റൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങൾ പങ്കിടുന്നത് അല്പം ക്ലേശകരമാണ്. നിങ്ങളുടെ സഹായം എനിക്കില്ല എങ്കിൽ, നിങ്ങൾ ശ്രദ്ധയോടെ ചെവി തരുന്നില്ല എങ്കിൽ, ആർത്തിയോടെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ഇപ്രകാരമുള്ള ആഴമേറിയ അനുഭവങ്ങൾ, വിശാലമായ പ്രസക്തിയുള്ള അനുഭവങ്ങൾ, ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ദയവായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ ഒരു അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു അനുഭവം ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 37-ാം അധ്യായത്തിലെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കാൻ ഇടയായത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവിടേക്ക് മടങ്ങി വരുന്നതായിരിക്കും ഉത്തമം. അവിടെ മരണത്തിൻ്റെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മരണം മാത്രമല്ല, മരണത്തിനും കുറച്ച് അപ്പുറത്തേക്ക് കടന്നുപോയ അവസ്ഥ. അവിടെ ശവങ്ങളെയല്ല നാം കാണുന്നത്, എല്ലുകളെ മാത്രമല്ല കാണുന്നത്, ഉണങ്ങി വരണ്ട എല്ലുകളെയാണ്, അസ്ഥികളെയാണ് നാം കാണുന്നത്. അപ്പോൾ തികച്ചും കൈവിട്ടുപോയി, ഇനി യാതൊരു പ്രത്യാശയുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ബെഥനിയിലെ ആ ഭവനത്തിൽ ലാസർ മരിച്ചപ്പോൾ യേശു 4 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവൻ്റെ കല്ലറയിലേക്ക് പോകുവാൻ യേശു താല്പര്യം കാണിച്ചപ്പോൾ മാർത്ത എന്താണ് പറയുന്നത്? നീ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അവൻ്റെ ശരീരം ഇപ്പോൾ ചീഞ്ഞ് നാറിയിട്ടുണ്ട്. എന്നാൽ എസെക്കിയേൽ പ്രവാചകന് കൊടുക്കുന്ന ദർശനത്തിൽ അതും കഴിഞ്ഞിട്ടാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അവത്തുക്കും മേലെയാണ്. ചില എന്താണ് പറയുക, തമിഴും കൂടെ കലർത്തി പറഞ്ഞെങ്കിൽ പല കാര്യങ്ങളും മലയാളത്തിൽ ശരിയാകത്തുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അതും അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷും കൂടെ മേമ്പടി ചേർക്കണം. ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഏറ്റവും നിരാശാജനകമായൊരവസ്ഥയിലാണ് മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയെ ദൈവം പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ മരണത്തിൻ്റെ അവസ്ഥ എന്താണ്? നമുക്കറിയാം, ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ഒരു അറിയിപ്പിനെയും ഒരു സാക്ഷ്യത്തെയും ഒരു പ്രസ്താവനയെയും ഒരു പഠിപ്പീരിനെയും അറിയുവാനോ മനസ്സിലാക്കുവാനോ സ്വീകരിപ്പാനോ അതിനോട് പ്രതികരിപ്പാനോ സാധ്യമല്ല.
ജീവനുള്ളതിന് മാത്രമേ ജീവനോട് പ്രതികരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് വാസ്തവത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരറിവാണ്. ജീവനുള്ളതിന് മാത്രമേ ജീവൻ്റെ വചനം യഥാർത്ഥത്തിൽ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും കഴിയുകയുള്ളൂ. നിർജീവമായ അവസ്ഥയിലായിരിക്കുന്ന ആളുകൾക്ക് ജീവൻ്റെ വചനം ഭാരമാണ്. അതായത് ഈ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ മേൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂമ്പാരത്തിൻ്റെ വളരെ അടുത്ത് ചെന്നുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ വായിച്ചു കൊണ്ടിരുന്നാൽ അവ പ്രതികരിക്കും എന്നതിന് യാതൊരു സാധ്യതയുമില്ല. എന്നതുപോലെ തന്നെ ആത്മീകമായ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവയോട് തികച്ചും നിസ്സംഗത മാത്രമല്ല, അനായാസത മാത്രമല്ല, അത് കേൾക്കാൻ ചെവിയില്ലാത്ത അവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകൾക്കും. ഇത് എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്ന ഒരു 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 പട്ടിണിയാണ്, ഒരു ഡിസബിലിറ്റിയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് ജീവൻ്റെ വചനമാണ്. ഈ വചനം കേൾക്കുകയും അതിൻ്റെ അർത്ഥത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നവർ ജീവിക്കും. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ, അവർ ശാരീരികമായി മരിച്ചിട്ടില്ല എങ്കിലും ആത്മീകമായി അവർ നിർജീവരാണ്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ ഉള്ളിൽ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ജീവൻ്റെ വചനം, ജീവൻ്റെ ആശയങ്ങൾ, ജീവൻ്റെ വെളിപ്പെടുത്തലുകൾ വേണ്ടതുപോലെ ശ്രവിപ്പാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. ഇതല്ലാതെ വേറെ വല്ലതും നിൻ്റെ ഉണ്ടോ, അത് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അവർ അത് വലിയ ശക്തിയോടെ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞങ്ങൾക്ക് താല്പര്യമുള്ളത് വല്ലതും നിൻ്റെ കയ്യിലുണ്ടോ, അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളമ്പ്. നീ പറയുന്ന ആശയങ്ങൾ കട്ടിയാണ്, അത് നിങ്ങളുടെ തലച്ചോറിനെ പുകയ്ക്കുന്നു. ഇത് തലച്ചോറിൻ്റെ പ്രശ്നമേ അല്ല, ഇത് ആത്മാവിൻ്റെ പ്രശ്നമാണ്. ഇത് തലച്ചോറിൻ്റെ വചനമല്ല, ഇത് ജീവൻ്റെ വചനമാണ്, ഇത് ആത്മാവിൻ്റെ വചനമാണ്. ഇത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ ആത്മാവ് ജീവനുള്ളതായിരിക്കണം. ഈ ഉണങ്ങിയ അസ്ഥികളെപ്പോലെ ആളുകൾ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത്, നിർവഹിക്കപ്പെടുന്നത്. അതുപോലെ ഒരു കാലഘട്ടത്തിലാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തത്. സമാനമായൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ വസിക്കുന്നത്. ഒരുപക്ഷെ അത് കുറച്ചുകൂടെ വഷളായി. കാരണം ജീവൻ്റെ വചനം ആഴമേറിയ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പലരും ബോധം കെട്ടുപോവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാരം കൊണ്ട് അവിടെ നടു കുനിഞ്ഞു പോവുകയാണ്. ഇത് സഹിക്കാൻ വയ്യായേ, വേറെ വല്ലതുകൊണ്ടേ പറയണേ എന്ന് പറഞ്ഞ ഒരു മുറവിളി കൂട്ടുകയാണ്. അപ്പോൾ നാം ഈ അവസ്ഥയെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് പറയുന്നത്? പ്രവാചകന് കൊടുക്കുന്ന ദൗത്യം എന്താണ്? അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. എന്താണ് ഈ അസ്ഥികൾ? പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വ്യക്തമായി ധരിക്കണം. അസ്ഥികൾക്ക് കാതില്ല, അസ്ഥികൾക്ക് കണ്ണില്ല, അസ്ഥികൾക്ക് സ്പർശന ശക്തിയില്ല, അസ്ഥികൾക്ക് ശ്വാസമില്ല, രുചിയില്ല, പഞ്ചേന്ദ്രിയങ്ങളില്ല. അനുഭവിപ്പാനോ അറിയുവാനോ പ്രതികരിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിവില്ലാത്ത ഒരു ജനത്തിൻ്റെ അവസ്ഥയാണ് ഈ അസ്ഥികളുടെ കൂടാണ് ഈ സമൂഹം. ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഉണങ്ങിയ അസ്ഥികളാണ് ഈ സമൂഹം എന്നിവിടെ കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എത്രയോ മനോഹരമായ ഒരു ഭാവനയാണിത്. വാട്ട് എ വണ്ടർഫുൾ ഇമാജിനേഷൻ ഇറ്റ് ഈസ്. ഞാൻ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോക സാഹിത്യത്തിൻ്റെ മാനദണ്ഡത്തിൽ
മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും കഴിയുമെന്നത് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇത് അഹങ്കാരം പറയുന്നതല്ല, അതതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇത്രമാത്രം മനോഹരമായി ആശയഗാംഭീര്യമുള്ള ബഹുതല സ്പർശിയായ ആശയങ്ങൾ ഒരു ചെറിയ ഭാഗത്തിൽ അടക്കി പെറുക്കി വെച്ച് അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യവും, ഞാൻ ആവർത്തിക്കുന്നു, ഒരു സാഹിത്യവും ഞാൻ ഈ അരനൂറ്റാണ്ടിലെ എൻ്റെ വായനയിൽ കണ്ടിട്ടില്ല. അത് യവന സംസ്കാരത്തിലാണെങ്കിലും യൂറോപ്യൻ ലിറ്ററേച്ചർ മുഴുവനാണെങ്കിലും ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, നോർത്ത് അമേരിക്കൻ ലിറ്ററേച്ചർ, റഷ്യൻ ലിറ്ററേച്ചർ, ഇതൊക്കെ ഞാൻ പരതി നോക്കിയിട്ടുണ്ട്. അതിലൊന്നും ഇതിന് സമാനമായ ചിത്രീകരണം ഞാൻ കണ്ടിട്ടില്ല എന്നത് സാഹിത്യത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം നോക്കി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത്രമാത്രം മഹനീയമായ ഒരു നിധിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും അതിൻ്റെ ജീവൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയാതെ പോകുന്നത് വലിയ സങ്കടം തന്നെയാണ്. അപ്പോൾ അസ്ഥികളോടാണ് പ്രവചിക്കേണ്ടത്. മനസ്സിലാക്കണം, ഇവിടുത്തെ സങ്കീർണത മനസ്സിലാക്കണം. അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നീ പ്രവചിക്കുമ്പോൾ നീ പറയുന്ന ഒരു വാക്ക് പോലും മനസ്സിലാക്കാനുള്ള അവയവമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ, ആത്മീയമായ എല്ലുകൾ, ഉണങ്ങിയ അസ്ഥികളോടാണ് നീ പ്രവചിക്കേണ്ടത്. അസ്ഥികൾക്ക് കേൾക്കാൻ ചെവിയില്ല. അപ്പോൾ പലപ്പോഴും ആത്മീയമായ ദൗത്യം വഹിക്കുന്നവർ കേൾക്കാൻ ചെവിയില്ലാത്തവരോടാണ് സംസാരിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അവ അതിൻ്റെ വില അറിയാൻ വയ്യാത്തവരാണ്. അത് ചവിട്ടി മടിച്ച് നശിപ്പിച്ച് തിരിഞ്ഞ് നിങ്ങളെ വന്ന് കടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യും. അത് മറ്റൊരു പ്രതികരണമാണ്. ഇവിടെയോ പന്നിക്ക് തിരിച്ചറിയാം ഇത് തനിക്ക് സ്വീകാര്യമല്ലാത്ത കാര്യമാണെന്നറിയാം, അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞുകൂടാ, അതെനിക്ക് അലോസരം ഉണ്ടാക്കുന്ന പരിപാടിയാണെന്നറിയാം. അങ്ങനെ തിരിഞ്ഞ് കുത്തുന്നു. അങ്ങനെ ഒത്തിരി കുത്തി ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭാപ്രേമികളുടെ നിന്നും, സംഘപരിവാർ എരിവുകാരുടെ നിന്നും, നിരീശ്വരവാദികളിൽ നിന്നും, അങ്ങനെ ബഹുതലമായ ആക്രമണം എനിക്ക് ഈ കാലത്ത് മാസശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സന്തോഷം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രവാചകൻ ആരോടാണ് പ്രവചിക്കേണ്ടത്? പ്രവചനം കേൾക്കുവാൻ ചെവിയില്ലാത്തവനോടാണ് പ്രവചിക്കേണ്ടത്. മനസ്സിലാക്കുക. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു യെരൂശലേം പട്ടണം കണ്ടിട്ട് വിലപിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ കയറി വരും. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട് എന്ന് യേശു പ്രത്യേകം പറയുന്നില്ലേ? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിപ്പോൾ മനസ്സിലാകും. പ്രവാചകൻ്റെ വാക്കുകൾ, ആശയങ്ങൾ, പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അറിയുവാനും ഉൾക്കൊള്ളുവാനും ചെവിയില്ലാത്ത, മനസ്സില്ലാത്ത, ആ ഒരു കാഠിന്യമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളോടാണ് പ്രവാചകൻ പ്രവചിക്കേണ്ടത്. അപ്പോൾ അവർ തീർച്ചയായും പ്രതികരിക്കും. അവർ പ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ പ്രവാചകനെതിരെ ഇത്ര ശക്തിയായി മൂർച്ചയോടുകൂടെ വൈരാഗ്യബുദ്ധിയിൽ പ്രതികരിക്കുമ്പോഴാണ് പ്രവാചക ദൗത്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്നത് ആത്യന്തികമായി തെളിയുന്നത്. അല്ല പ്രവാചകന് കസേര കൊടുക്കുന്ന, പ്രവാചകനെ ശ്രദ്ധയോടെ കേൾക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ പ്രവാചക ദൗത്യത്തിൻ്റെ ആവശ്യമില്ല. അവിടെ മറ്റാരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ മതി. എപ്പോഴാണ് പ്രവാചക ദൗത്യം അനിവാര്യമായി തീരുന്നത്? പ്രവാചക ശബ്ദം കേൾക്കുവാൻ ചെവിയില്ലാതായിത്തീരുന്ന ഒരു ജനതയുടെ മരണതുല്യമായ അപകടം നിറഞ്ഞു നിൽക്കുന്ന, ആത്മീയമായ അപകടം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വസിക്കുന്ന ആളുകൾ, അവരുടെ മധ്യത്തിലാണ് പ്രവാചക ദൗത്യം ഏറ്റവും ഉത്സാഹത്തോടുകൂടെ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഉണങ്ങി വരേണ്ട അസ്ഥിയോടാണ് പ്രവാചകൻ പ്രവചിക്കേണ്ടത്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെ അതിന് മനസ്സിലായെങ്കിൽ അത് വലിയ ലാഭമില്ലാത്ത പണിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
അത് ചെയ്യണമെങ്കിൽ ഇച്ചിരി കട്ടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാകത്തില്ല നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള മനസ്ഥിതിയിൽ ഈ ദൗത്യം നിർവഹിപ്പാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ പ്രവാചക ദൗത്യത്തിൽ ഏർപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രൊഫറ്റിക് മിനിസ്ട്രി ഉണ്ടാകുകയുള്ളൂ എന്ന അറിവാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് പ്രാപിക്കാൻ ഇടയാകുന്നത്. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, അസ്ഥികളോട് പ്രവചിച്ച് പറയേണ്ടത് എന്താണ്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയുടെ വചനം കേൾപ്പാൻ അസ്ഥികൾക്ക്, ഈ പറയുന്ന വ്യക്തികൾക്ക് കാതുണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ അവസ്ഥയിലാകുമായിരുന്നില്ല. പക്ഷേ യഹോവയുടെ വചനം അവരെ അന്ന് വരെയും അറിയിച്ചത് പുരോഹിതന്മാരല്ല, പ്രവാചകന്മാരല്ല, പുരോഹിതന്മാരാണ്. അതുകൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടായില്ല എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഈ ഉണങ്ങി വരേണ്ട അസ്ഥി കൂമ്പാരങ്ങളോട് ഇതിനു മുമ്പ് യഹോവയുടെ വചനം, ദൈവത്തിൻ്റെ വചനം ആരും അറിയിക്കാഞ്ഞിട്ടല്ല, അറിയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അറിയിച്ചവരാരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കാരണം യഹോവയുടെ വചനം പുരോഹിതൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ ആത്മീകമായ ആത്മാവും അർത്ഥവും ശക്തിയും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. വാസ്തവത്തിൽ ഈ ജനത ഉണങ്ങി വരേണ്ട അസ്ഥിക്കൂമ്പാരമായി തീർന്നത് പുരോഹിതൻ്റെ പ്രത്യേകമായ ദൗത്യം കൊണ്ടാണ് എന്നൊരു ഗോപ്യമായ സൂചന ഇവിടെ ഉണ്ട്. അത് പക്ഷേ ആരും ശ്രദ്ധിക്കുകയില്ല, ആരും പറയുകയുമില്ല. അതാണ് രസം. ഇവിടെയൊക്കെ പുരോഹിത ദൗത്യം പരാജയപ്പെടുന്നുവോ, എവിടെയൊക്കെ പുരോഹിത ശുശ്രൂഷയിൽ കൂടെ ജനം ആത്മീകമായി കണ്ണടഞ്ഞു പോകുന്നുവോ, അവർ നിർജീവമായി തീരുന്നുവോ, അവിടെയാണ് പ്രവാചക ദൗത്യത്തിൻ്റെ അനിവാര്യത. പ്രവാചക ദൗത്യം ഏറ്റവും ശക്തമായും നിരന്തരമായും നിർവഹിക്കപ്പെടേണ്ട അവസ്ഥ ഇതാണ്. ജനത്തിൻ്റെ അവസ്ഥ അവർ ഉണങ്ങി വരേണ്ട അസ്ഥിക്കൂമ്പാരം പോലെ ഇതായിരിക്കുന്നു. പുരോഹിതന്മാരുടെ കുറവുണ്ടായിട്ടല്ല, അവർ വലിയ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പരിണിത ഫലം ഇതാണ്. അപ്പോൾ എക്കാലത്തും ദൈവവചനം പുരോഹിതന്മാരുടെ കയ്യിൽ ദുരുപയോഗം എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടു വന്നൊരു സ്വകാര്യ സ്വത്തായിരുന്നു. അതുകൊണ്ട് ജനത്തിന് വലിയ നഷ്ടം വരുന്നു, അവർ ആത്മീകമായി മരിച്ചു പോകുന്നു എന്നതാണ് ഇവിടെ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യം. ഇത് മനുഷ്യൻ പറയുന്നതല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യമായിട്ടാണ് എസെക്കിയേൽ പ്രവാചകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല അറിവുകൾ ഈ ഭാഗത്തുണ്ട്. ഞാൻ അതിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗം നാം ഇത്രയും പരിഗണിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ദൈവവചനമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ദൈവവചനം കേൾക്കുവാനുള്ള കാതുണ്ടോ, അത് മനസ്സിലാക്കാനുള്ള വിനയമുണ്ടോ, വിശാലതയുണ്ടോ, ആഗ്രഹമുണ്ടോ, ദാഹമുണ്ടോ, അതിനനുസരിച്ച് വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള മനസ്സുണ്ടോ, അപ്രകാരം ജനത്തിന് അത് അനുഭവിക്കത്തക്കവണ്ണം ദൈവവചനത്തെ വിഭജിച്ച് അവർക്ക് കൊടുക്കുവാൻ പര്യാപ്തമായ ഒരു ആത്മീയ ശുശ്രൂഷ നിർവഹിപ്പാൻ കഴിവുള്ള പുരോഹിതവർഗമുണ്ടോ, ഇല്ലെങ്കിൽ പ്രവാചകന്മാരുണ്ടോ? ഇതാണ് പ്രശ്നം. ഇനി പ്രവാചകനെ എന്തുകൊണ്ട് ജനം വെറുക്കുന്നു അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പുതിയത്തിലേക്ക് പോകാം. നിങ്ങൾ പ്രവാചക ദൗത്യം ശ്രദ്ധിച്ചാൽ പുരോഹിത വൃത്തവും പ്രവാചക ദൗത്യവും തമ്മിലുള്ള വലിയ വ്യത്യാസം മനസ്സിലാകും. പുരോഹിത ദൗത്യം എപ്പോഴും നിലവിലിരിക്കുന്ന അവസ്ഥയെ അതുപോലെ സംരക്ഷിക്കുക എന്നതാണ്. നിലനിൽപ്പാണ് പുരോഹിത വൃത്തിയുടെ ഒരേ ഒരു ലക്ഷ്യം. ജനത്തിന് നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുക. അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ അവരെ സംരക്ഷിച്ച് കുഴിയിൽ വീഴുന്നത് പോലെ അവരെ സംരക്ഷിക്കും. ഇതാണ് പ്രവാചക ദൗത്യം. അതല്ല. പുരോഹിത ദൗത്യവും പ്രവാചക ദൗത്യവും തമ്മിലുള്ള വലിയ വ്യത്യാസം, പ്രവാചക ദൗത്യം ജനം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
അവരായിരിക്കേണ്ട അവസ്ഥ എന്താണെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. ഈ ഉണങ്ങി വരേണ്ട അസ്ഥിക്കൂമ്പാരത്തിന് എങ്ങനെയാണ് അറിയുന്നത് ഞങ്ങൾ എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ആയിത്തീരാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് യാതൊരു ബോധവും ഉണ്ടാകാൻ കഴിയുകയില്ല. അവർക്കങ്ങനെ ബോധം ഉണ്ടാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ്റെ ദൗത്യം അവിടെ അപ്രസക്തമാണ്. അപ്പോൾ പ്രവാചക ദൗത്യം അതിൻ്റെ അന്തസത്ത എന്താണ്? ജനം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മുൻപോട്ട് കൊണ്ടുപോകണം. അവരെപ്രകാരമായിരിക്കണമെന്ന് ദൈവം വിഭാവനം ചെയ്യുന്നുവോ അതേ അവസ്ഥയിൽ അവർ ആയിത്തീരത്തക്കവണ്ണം അവരെ ഉത്ബോധിപ്പിക്കുകയും ഇപ്പോഴുള്ള അവസ്ഥ സ്റ്റേറ്റസ് കോ അതിനോടുള്ള അവരുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച്, പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹോവ അബ്രഹാമിന് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് പോകത്തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് പ്രവാചക ദൗത്യം. അത് സാഹസികമായ ഒരു ദൗത്യമാണ്. കാരണം അങ്ങനെ ഇപ്പോഴായിരിക്കുന്നതിൽ നിന്ന് മുന്നോട്ട് പോയി അവരായിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാൻ തക്കവണ്ണം പ്രവാചക ശബ്ദത്തെ സ്വീകരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ആന്തരികമായ സ്വാതന്ത്ര്യവും ശക്തിയും വിശ്വാസവും ഈ അധപ്പതിച്ചു പോയ ജനതയ്ക്കുണ്ടാവില്ല. ഈ ഉണങ്ങി വരേണ്ട അസ്ഥിക്കൂമ്പാരങ്ങൾക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് അവ ഇപ്രകാരം പ്രതികരിക്കും, പ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ ഈ ഒരു അവസരത്തിൽ പ്രവാചക ദൗത്യം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. പ്രവാചക ദൗത്യം ക്ലേശകരമേറിയതും അപകടമേറിയതുമാണ് എങ്കിലും ദൈവകൃപ ഇന്നും മനുഷ്യരാശിയെ അടക്കി ഭരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവാചകന്മാരും എപ്പോഴും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നില്ല. അവർ മുഖാന്തരം വലിയ വലിയ അനുഗ്രഹം മനുഷ്യരാശി പ്രാപിക്കുന്നു എന്നത് ഒരു വലിയ ആശ്വാസത്തിന് നിദാനമാണ്, കാരണമാണ്, യുക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ സംഭവിക്കുന്നു. മരിച്ച അവസ്ഥയിൽ നിന്ന് ഇതാ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജനത മുഴുവനും വഴി നടത്തപ്പെടുന്നു. ഇതാണ് നാം പഴയ നിയമത്തിൽ കാണുന്നത്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയിൽ ആ മകൻ, ഇളയ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ഭവനത്തെയും പിതാവിനെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുവാൻ തീർച്ചയാക്കിയ നിമിഷം മുതൽ അവൻ്റെ അപ്പൻ എന്താണ് പറയുന്നത്, അവൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചം എന്താണ്, അവനോടുള്ള വാത്സല്യത്തിൻ്റെ മാറ്റം എത്ര അധികമാണ് എന്നറിയുവാനുള്ള കഴിവ് അവനില്ലായിരുന്നു. അവൻ ഈ എസേക്കിയേൽ പ്രവാചകന് ലഭിച്ച ദർശനത്തിലുള്ള ഉണങ്ങിയ അസ്ഥിക്കൂമ്പാരത്തിൽ ഒരു എല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന വലിയ വ്യഥയാണ്. വാക്കുകളാൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയാൻ വയ്യാത്ത വലിയ വേദനയുടെ ഒരു ചെറിയ സൂചന മാത്രം ഞാനിവിടെ നൽകുകയാണ്. എല്ലാ മാതാപിതാക്കന്മാരും ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. എന്താണ്? മക്കൾ കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ ഈ ഇളയ മകനെ പോലെ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാൻ ചെവിയില്ല, മനസ്സിലാക്കാൻ ഹൃദയമില്ല, മനസ്സില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോകും. ആ അവസ്ഥ മരണമാണ്. എന്താണ് മരണം? ഈ ജീവൻ്റെ ഹൃദയത്തുടിപ്പുകൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മക്കൾ മാറിപ്പോകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവന് മാത്രമേ ജീവൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ആത്മാവിന് മാത്രമേ ആത്മാവിൻ്റെ ദാഹം മനസ്സിലാക്കാൻ, ആത്മാവിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ ഒരു അവസ്ഥ അവൻ ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാക്കണം, എത്രയോ മനോഹരമായ അതേസമയം തന്നെ വഹിക്കാൻ വയ്യാത്ത വേദനയുടെ വാക്കുകളാണ്. കാര്യം പറഞ്ഞു വരുമ്പോൾ 4-5 വാക്കുകളേ ഉള്ളൂ. എൻ്റെ മകൻ മരിച്ചുപോയവനായിരുന്നു. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ഹൃദയവേദന, ദ ഹാർട്ട് ബ്രേക്ക് എത്ര അഗാധമാണ്, അപാരമാണ്.
സാഗരത്തിന് തുല്യമാണ്. അലറി വിളിക്കുന്ന കൊടുങ്കാറ്റ് കൊണ്ട് ഇളകി മറിയുന്ന ഒരു കടലിന് തുല്യമാണ് ആ മനസ്സ്. അത് ചെറിയ വേദന തുളുമ്പി നിൽക്കുന്ന വാക്കുകളിൽ ഒതുക്കുകയാണ്. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവന് കഴിവില്ലായിരുന്നു, അവന് കാതില്ലായിരുന്നു. ഒരു ശവത്തോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ എന്തായിരിക്കും ഫലം? അതുപോലെ ആയിരുന്നു അവൻ എന്നെ വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവൻ കടന്നുപോയത് മരണത്തിൻ്റെ അവസ്ഥയിലേക്കാണ്. എന്നാൽ ദൂരദേശത്ത് പോയെങ്കിലും അവിടെ ഉണ്ടായ അധഃപതനത്തിൻ്റെയും അതിൽ നിന്ന് ഉത്ഭവിച്ച അരിഷ്ടതയുടെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും തീച്ചുളയിൽ നിന്നുകൊണ്ട് ആ യുവാവിൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടുകയാണ്. അവന് പുതിയ കാത് ലഭിക്കുകയാണ്, അവന് പുതിയ പഞ്ചേന്ദ്രിയങ്ങൾ ലഭിക്കുകയാണ്, അവന് പുതിയ തിരിച്ചറിവുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ എത്ര സന്തോഷത്തോടെ സുഖത്തോടെ സമൃദ്ധിയിൽ ജീവിക്കുന്നു, ഞാനോ ഇവിടെ പന്നികൾ തിന്നുന്ന ആഹാരം കഴിക്കാൻ പോലും ആഗ്രഹിച്ചിട്ട് പോലും കിട്ടാതെ ഞാൻ വിഷമിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് അവൻ്റെ കാതും കണ്ണുമൊക്കെ വീണ്ടും തുറക്കുകയാണ്, അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവന് വീണ്ടും ലഭിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആ ഉണങ്ങിയ അസ്ഥിമേൽ വചനത്തിൻ്റെ കാറ്റ് വന്നടിച്ചിട്ട് അതിൽ മാംസവും ഞരമ്പും ത്വക്കും ഒക്കെ കിളിച്ചു വരികയാണ്. ആ അവസ്ഥയിലാണ് പറയുന്നത്, ഞാൻ തിരിച്ചു ചെല്ലും, എൻ്റെ അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇതാ പുതിയ ആത്മാവ് അവനിൽ വന്നിരിക്കുന്നു. ഇത് എസെക്കിയേൽ പ്രവാചകന് ലഭിച്ച ദർശനത്തിൽ കൂടെയാണ് നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഇതാണ് ഈ ശ്രദ്ധേയമായ സർവ്വലോകത്തിലും ജനപ്രീതി അർഹിച്ച ഒരു ഉപമയാണിത്. നമുക്കറിയാം, ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഒന്നുപോലെ ബഹുമാനിക്കുന്നതും കരുതുന്നതും ആസ്വദിക്കുന്നതുമായ ഉപമ ഇംഗ്ലീഷ് ഭാഷയുടെ ഭാഗമായി തീർന്നു. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പ്രോഡിഗൽ സൺ എന്ന ആശയം ഇങ്ങനെയാണ് വന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആ ഒരു ദർശനം ഈ ഒരു യേശുവിൻ്റെ പഠിപ്പീരിൽ കൂടെ, ഉപമയിൽ കൂടെയാണ് വന്നത്. അപ്പം നമ്മുടെ ഏവരുടെയും അവസ്ഥ ഇതാണ്, മരിച്ച അവസ്ഥയിലാണ്. എന്താണ്? പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ചെവിയില്ല, പിതാവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കാൻ നമുക്ക് ഇന്ദ്രിയങ്ങളില്ല. നാം ഉണങ്ങി വരണ്ട അസ്ഥികളായി കഴിയുകയാണ്. ആ അവസ്ഥയിൽ സംരക്ഷണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയൂ, ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരൂ, ഞങ്ങളോട് തമാശ പറയൂ, ഞങ്ങൾക്കതാണ് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ കൊച്ചു ചിക്കിളിക്കാര്യങ്ങൾ പറയൂ. ആഴമേറിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഉണങ്ങി വരേണ്ട അസ്ഥിയെ കൂടുതൽ താൻ ഉണക്കരുത്, അപരാധം ഞങ്ങളോട് ചെയ്യരുത്, തൻ്റെ ഈ അറിവൊക്കെ വിരലെടുത്ത് കൊണ്ട് വിളമ്പ് എന്ന് പറയുന്ന ആളുകൾ വളരെ അധികമാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ മരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ പുതിയ ജീവനിലേക്ക് നടത്തുവാൻ അധികാരമുള്ളവൻ ഇതാ നാം അവനിലും അവൻ നമ്മളിലും ആയിരിക്കേണ്ടതിന് വേണ്ടി ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അർത്ഥത്തിൽ ചരിത്രത്തിൽ എന്നേക്കുമായി മനുഷ്യരാശിയുടെ അവസ്ഥയുടെ അനിവാര്യ ഭാഗമായി അവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അത് അന്തിമകാലത്തല്ല, ഇപ്പോൾ നമുക്കിന്ന് വേണ്ടത് വരാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പല്ല, നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ ഉയർത്തെഴുന്നേൽപ്പാണ്. നാം മരണത്തിലാണ്, നമ്മുടെ ജീവിതം മരണതുല്യമാണ്, നാം ഉണങ്ങി വരേണ്ട അസ്ഥികഷ്ണങ്ങൾ മാത്രമാണ്. ഇതിന് മജ്ജയും മാംസവും ത്വക്കും ഞരമ്പും പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, ഇതിൽ ശ്വാസം വരേണ്ട ആവശ്യമുണ്ട്, ദൈവമൂതിയിട്ടുള്ള ശ്വാസം ഇതിൽ വീണ്ടും ക്രിയ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആത്മീയമായ സത്യങ്ങൾ ജനത്തെ അറിയിക്കുമ്പോൾ
അവർ അതിൻ്റെ ഭാരമാണെന്നും പറഞ്ഞിരുന്ന് നിലവിളി കൂട്ടത്തില്ല. അവർ അത് ശ്രദ്ധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ്, അവരുടെ മുഖം വെളിച്ചം കൊണ്ട് നിറയും. അവർ ഒരു വലിയ ശക്തിയായി രൂപാന്തരപ്പെട്ടു, ഒരു ജീവിക്കുന്ന സൈന്യമായി രൂപാന്തരപ്പെടുമെന്നാണ് പറയുന്നത്. ഒരു സൈന്യമായി they will become a power to reckon with. അങ്ങനൊരു വലിയ രൂപാന്തരം സംഭവിക്കേണ്ട ആവശ്യമുണ്ട് എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം, ഒരു പ്രഘോഷണം, ഒരു പ്രഖ്യാപനം. അത് ഈ കാലത്ത് മനുഷ്യൻ്റെ അവസ്ഥയോട് എത്രയോ അടുത്തിരിക്കുന്നു, എത്രയോ പ്രസക്തമായിരിക്കുന്നു. അതിൻ്റെ സാധ്യതകളെ വേണ്ടതുപോലെ അന്വേഷിച്ച് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുവാൻ നമുക്കേവർക്കും കർത്താവ് പരിശുദ്ധാത്മാവിനാൽ സഹായം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.